കളിവീടിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മാധുര്യമ്മ തീർത്ഥാടനത്തിന് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ. അവർ പൂജയ്ക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും എല്ലാത്തിനും വേണ്ടിയിട്ട് ഒരു തീർത്ഥാടനം നടത്താമെന്ന് ഓൾറെഡി മനസ്സിലുറപ്പിച്ചതായിരുന്നു. അങ്ങനെ പൂജയും കുഞ്ഞും വീട്ടിൽ വന്ന് കയറിയ ദിവസം തന്നെയാണ് മാധുര്യമ്മ തീർത്ഥാടനത്തിന് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എല്ലാവരോടും യാത്ര പറയാണ്. ഇന്ന് തന്നെ പോകണ്ടായിരുന്നു മധു പറയുന്നുണ്ട് കേട്ടോ. ഈ വീട്ടിൽ ഇന്ന് എല്ലാവരും നല്ല സന്തോഷത്തിലല്ലേ ചേച്ചി? സദ്യയൊക്കെ കഴിച്ച ശേഷം സാവകാശം നാളെ പോയാൽ മതിയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മാധുര്യമ്മയോട്. അപ്പോൾ കനകേച്ചി പറയുന്നുണ്ട്, കൂട്ടിന് ഞാനും കൂടെ വരാം മോളെ എന്ന് പറയാം. വേണ്ട ചേച്ചി, ആകെ 2-3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, അത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയി ചെയ്തോളാന്ന് പറയാണ്. എന്താവശ്യമുണ്ടായാലും ഉടനെ വിളിക്കണമെന്ന് ആനന്ദ് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ അതുപോലെ ചെയ്തോളാം ആനന്ദ് കേട്ടോ, ആരും വിഷമിക്കണ്ട. ഇന്ന് തന്നെയാണ് ഇതിന് പറ്റിയ ഏറ്റവും നല്ല ദിവസം. നിങ്ങളെല്ലാം സദ്യയൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ഇരിക്കുക. പൂജ പറയുന്നുണ്ട്, അമ്മ ഇന്ന് തന്നെ പോകണോ? നമ്മുടെ മോൾ വന്ന ദിവസം തന്നെ പോകണ്ടായിരുന്നു എന്ന് പറയാം കേട്ടോ. അതേ മോളെ, കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടിയിട്ടൊക്കെയാണ് അമ്മ ഈ നേർച്ച നേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാനുള്ളത് നമ്മൾ നീട്ടിവെക്കാൻ പാടില്ല, വേഗം തന്നെ അത് നിറവേക്കണം എന്നൊക്കെ പറയാണ്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, ഇനി അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മ എന്ത് തീരുമാനിച്ചുറപ്പിച്ചാലും അതിൽ നിന്നും ആര് പറഞ്ഞാലും പിന്തിരിയില്ല എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ മാധുര്യമ്മ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ വിശ്വനാഥൻ സാർ രാധമോൾക്ക് തൊട്ടിൽ കെട്ടുകയാണ് കേട്ടോ. തൊട്ടിൽ കെട്ടി കഴിഞ്ഞ ശേഷം വിശ്വനാഥൻ സാർ കരയാണ്. എന്താ സാറ് കരയാണോ എന്ന് മല്ലിക ചോദിക്കുന്നുണ്ട്. ഏതോ ഒരു വീട്ടിൽ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും താരാട്ടുപാട്ട് കേട്ട് കിടന്നുറങ്ങേണ്ട മോളാണിത്. ഈ മോൾക്ക് അതിനുള്ള ഭാഗ്യമില്ല, അവരുടെ അച്ഛനും അമ്മയ്ക്കും അതിനുള്ള ഭാഗ്യം കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കരയാണ് കേട്ടോ. മല്ലിക പറയുന്നുണ്ട്, ആര് പറഞ്ഞു ഭാഗ്യമില്ലെന്ന്? സ്വന്തം അച്ഛനേക്കാൾ സ്നേഹമുള്ളൊരു അച്ഛനെയല്ലേ രാധമോൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഭാഗ്യമുള്ള കുഞ്ഞായിരിക്കും, പൂജയെപ്പോലെ ഒരു മിടുക്കിയാകും. അപ്പോൾ വിശ്വാസൻ പറയുന്നുണ്ട്, ഇവിടെ എല്ലാവരും മിടുക്കികളും മിടുക്കന്മാരുമാകുമാണ്. സാറിൻ്റെ എല്ലാ കഴിവും ഗുണവും അതുപോലെ കിട്ടിയിട്ടുണ്ട് പൂജ മോൾക്ക് എന്ന് പറയാനിട്ട് മല്ലിക. അത് എൻ്റെ മിടുക്കല്ല, നമ്മൾ കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു വളർത്തണം, അവർ നന്നാവാൻ വേണ്ടി നന്നായി പ്രാർത്ഥിക്കുകയും വേണം, പിന്നെ എല്ലാം ഈശ്വരൻ്റെ കയ്യിലാണ്, വിധി പോലെ വരും. ഇങ്ങനെയൊക്കെ പറയാനിട്ടോ വിശ്വനാഥന്. പിന്നീട് മല്ലികയോട് പറയുന്നുണ്ട്, നമുക്കിനി തൊട്ടിൻ്റെ ഉദ്ഘാടനം ചെയ്യാം, നീ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവാന്ന് പറയാണ്. ശേഷം മല്ലിക പോയിട്ട് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്ന് തൊട്ടിയിൽ കിടത്തുകയാണ് കേട്ടോ. രാധമോളെ രാധേ എന്നൊക്കെ വിളിച്ച് വിശ്വനാഥന് കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് ഇങ്ങനെ തൊട്ടിലാട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് വസന്തന് ഭയങ്കര കുറ്റബോധം കേട്ടോ. വേണ്ടിയിരുന്നില്ല ആ കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ സംസാരിച്ചത്, അതുകൊണ്ടല്ല പൂജമോൾക്ക് വിഷമം വന്നതെന്നൊക്കെ പറയാണ്. അപ്പോൾ മധു പറയുന്നുണ്ട്, അത് സാരമില്ല വസന്തേട്ടാ, മറ്റുള്ളവരുടെ മനസ്സിൽ എന്താണെന്ന് ആലോചിച്ചിട്ടൊന്നുമില്ലല്ലോ നമ്മളെല്ലാവരും സംസാരിക്കുന്നത്, അത് വിട്ടേക്കത് സാരമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് അല്പം അസൂയയോടെ പറയാണ്, ഇവിടുത്തെ പ്രസവാനന്തര ചടങ്ങുകളൊക്കെ അല്പം ഓവറാകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. മാത്രവുമല്ല, ഇനി ഇവിടുത്തെ സ്വത്തുകളും കാര്യങ്ങളൊക്കെ ആ കുഞ്ഞിനെ എഴുതി വെക്കുമോ ആവോ. എന്തായാലും നമ്മളെ മോളെ വിളിച്ചു കൊണ്ടുവന്ന് ഇനി ഇവിടെ താമസിപ്പിക്കണം, ഇല്ലെങ്കിൽ ഇവിടെ ഉള്ളവരെല്ലാവരും ആ കുഞ്ഞിനെ മാത്രം ആലോചിക്കുകയുള്ളൂ, നമ്മുടെ മോളക്കാരും എല്ലാം മറക്കും. അതുകൊണ്ട് ഇനി അവളെ ഇവിടെ കൊണ്ട് നിർത്തണം എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ വസന്ത പറയുന്നത്, അങ്ങനെയൊന്നും ഉണ്ടാകില്ല, എന്തായാലും എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് നമുക്ക് വഴിയെ കാണാം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ മധു ആൻറ്റി അവരുടെ മോളെക്കുറിച്ച് ഒക്കെ പറയുകയാണ് കേട്ടോ. ഇനി ഇവിടെയുള്ള എല്ലാ സ്വത്തുക്കളും പുതിയ കുഞ്ഞിൻ്റെ പേരിലാകും. അപ്പോൾ വസന്തനങ്കിൾ പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്, അതിനുശേഷം തീരുമാനിക്കാം മോളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തണോ വേണ്ടയോ എന്നൊക്കെ അവർ പറയാം കേട്ടോ. അപ്പം മധുവാരി അത് ശരിയാണ്, നമുക്ക് വെയിറ്റ് ചെയ്യാന്നുള്ള നേരി തലയാട്ടുകയാണ്. പിന്നീട് പൂജക്ക് അനാഥാലയത്തിൽ വന്ന കുഞ്ഞിനെക്കുറിച്ച് കേട്ടപ്പോൾ മുതലേ മനസ്സ് വല്ലാണ്ട് അസ്വസ്ഥയാണ് കേട്ടോ. എന്തിനായിരിക്കും ആ കുഞ്ഞിനെ അവർ അവിടെ ഉപേക്ഷിച്ചത്? നമ്മുടെ മോൾ വന്നതിന് ശേഷം എനിക്ക് അവളെ ഒരു നിമിഷം പോലും കാണാതെ പിരിഞ്ഞിരിക്കാൻ വയ്യ ചേട്ടാ. അപ്പോൾ ആ കുഞ്ഞിൻ്റെ അമ്മക്ക് എത്രത്തോളം വിഷമം കാണും. ഒരു പക്ഷേ അവരുടെ ആ ഒരു അവസ്ഥയായിരിക്കും അവരെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. ഏത് സാഹചര്യത്തിലാണ് അവർ പ്രഗ്നൻ്റ് ആയെന്നും അവർക്ക് ഡെലിവറി നടന്നതെന്നൊക്കെ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ പൂജ. ഇങ്ങനെയൊക്കെ അവർ രണ്ടുപേരും പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നീട് പൂജ വിശ്വനാഥച്ചൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ കുഞ്ഞിൻ്റെ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ വിശ്വനാഥച്ചൻ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയുണ്ട് പൂജ വിശേഷങ്ങൾ? മോൾക്ക് കൃഷ്ണ എന്ന് പേരിട്ട് എന്ന് വസന്തൻ പറഞ്ഞു. മോളെ കുഞ്ഞിന് കൃഷ്ണ എന്ന് പേരിട്ടത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ ഈ കുഞ്ഞിന് രാധ എന്നാണ് വിളിച്ചതെന്ന് പറയാണ്.
ആണോ അച്ഛ, നല്ല പേരാണ് രാധ, എനിക്കൊത്തിരി ഇഷ്ടമായി എന്നൊക്കെ പറയുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ അച്ഛനമ്മമാരെ കുറിച്ച് വല്ല വിവരവും അറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പൂജ. ഇല്ല മോളെ, എന്നെങ്കിലും ഒരിക്കൽ അവളുടെ അച്ഛനമ്മമാർ അവളെയും തിരഞ്ഞു വരുമായിരിക്കും എന്നൊക്കെ പറയാണ് വിശ്വനാഥച്ചൻ. എനിക്കെന്താണെന്ന് അറിയില്ല അച്ഛ, ആ കുഞ്ഞിനെ കുറിച്ച് കേട്ടത് മുതൽ മനസ്സിന് വല്ലാത്തൊരു വിഷമം. എൻ്റെ കുഞ്ഞിൻ്റെ കൂടെയുള്ളതല്ലേ അവളും. എന്തൊക്കെയുണ്ട് കൃഷ്ണമോളുടെ വിശേഷങ്ങൾ മോളെ? അവളിപ്പോൾ നല്ല ഉറക്കാണച്ച. ഒരുപാട് പാടുപെട്ടിട്ടാണ് ഞാനൊന്ന് ഉറക്കിയെടുക്കുന്നത്. ആ കുഞ്ഞുങ്ങളല്ലേ, നല്ലത് മാത്രം പറഞ്ഞു. അവൾക്ക് വേണം നന്നായിട്ട് പ്രാർത്ഥിച്ചൊക്കെ വേണം എൻ്റെ മോൾ ഇനിയും മുന്നോട്ടേക്ക് അവളെ വളർത്തിയെടുക്കാനെന്നൊക്കെ പറയാണ് വിശ്വനാഥച്ചൻ. ഞാൻ അവിടേക്ക് വരുന്നുണ്ട് കൃഷ്ണമോളെ എന്ന് എനിക്കും കാണണമല്ലോ, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ 2 കുഞ്ഞുങ്ങളാണ് പൂജ മോളെ, നിൻ്റെ കൃഷ്ണമോളും പിന്നെ ഇവിടെയുള്ള എൻ്റെ രാധമോളും എന്നൊക്കെ പറയാണ്. ഞാനിപ്പോൾ ഭയങ്കര സന്തോഷവാനാണ്. ഒന്നിച്ചല്ലേ ദൈവം എനിക്ക് 2 കുഞ്ഞുങ്ങളെ തന്നത് എന്നൊക്കെ പറയാണ് വിശ്വനാഥച്ചൻ. എങ്ങനെയായാലും ആ കുഞ്ഞിന് അച്ഛൻ്റെ കയ്യിൽ വന്ന് ചേരാനല്ലേ വിധി. ഒരു കണക്കിന് പറഞ്ഞാൽ എന്നെപ്പോലെ അവളും ഭാഗ്യവതിയാണ്. ആ അച്ഛൻ്റെ കൈകളിൽ കിടന്നല്ലേ ഇനി അവൾ വളരേണ്ടത്. അതുകൊണ്ട് തന്നെ അവൾ നല്ലൊരു മിടുക്കി കുഞ്ഞായി മാറുമെന്നൊക്കെ പൂജ പറയാണ്.